മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരെവിടെ എഴുതിയാലും അത് പ്രമാണക്ക് യോജിക്കുന്നില്ല, അൽമനാറിൽ വന്നാലും വേണ്ടില്ല, എവിടെ വന്നാലും വേണ്ടില്ല, അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ. പണ്ട് എ പി പറയുന്നുണ്ട്, ഒരു ആവറേജ് ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ, അല്ലാത്ത മുജാഹിദ് ആവില്ല. അൽമനാറിൽ വന്നാൽ സമീന വാത്തോഴിന അത് മുജാഹിദിൻ്റെ നിലപാടല്ല. എവിടെ വന്നാലും, നേർപ്പത്തിൽ പറഞ്ഞാലും, എവിടെ എഴുതിയാലും, നീ ഇവിടെ പറഞ്ഞാലും ശരി, ഇവിടെ പ്രസംഗ മധ്യ വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ, ഈ നാടന്മാരെടുക്കാൻ പറയും, അത് ശരിയില്ല, ഒട്ടങ്ങളെ പറഞ്ഞ് ശരിയില്ല എന്ന് പറയും. അതാണ് മുജാഹിദ് എന്ന്. ജിഹാദ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ മുക്കല്ലിദീങ്ങളല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദിൽ, അൽ ഇർഷാദിൽ, അൽ മനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. എന്നാൽ അതെന്നെ മുഴുവൻ വായിച്ചാലോ, അത് കംപ്ലീറ്റ് ആണ് വായിച്ചാൽ ഇപ്പം പറഞ്ഞ മൗലീദും അതും യാതൊരു ബന്ധം ഉണ്ടാവില്ല. കുറച്ച് ഭാഗം ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ പറയാനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ലേഖനം ഫുള്ളായിട്ട് വായിച്ചാൽ പൂർണ്ണമായും പൊളിഞ്ഞു പോണ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതിന് മുമ്പുള്ള അടക്കം 1930 ജനിച്ച മനുഷ്യരല്ലേ, 30 അറിഞ്ഞാൽ മുസ്ലിം ഞാൻ കാണിച്ചു തരാം. 2 ലേഖനങ്ങളാണ്. ഒന്ന് താരീഖുൽ മൗലിദി വഹുക്മുഹു എന്ന ഒരു ലേഖനം, മറ്റൊന്ന് തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ എന്ന ലേഖനം. ഇതാണ് അതിൻ്റെ ഒക്കെ അസ്ലി. ഞാൻ അൽമനാർ വന്നാലും അതിനപ്പുറത്ത് അൻസാരി സ്പെഷ്യൽ പതിപ്പിൽ വന്നാലും അല്ലാത്ത ഏതിൽ വന്നാലും അതിനെല്ലാം അടിസ്ഥാനം ഇതാണ്. അവിടെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പൊതുവായി പരാമർശിക്കുന്നുണ്ട്. ശരിയാണ്. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതിനെ കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആനന്ദ തുന്നിതരായി ഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കാൻ പറ്റിയ ചില വാചകമായിട്ടുണ്ട്. ശരി തന്നെയാണ്. നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലങ്ങളാൽ നിധി കൃത്യമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ള റിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിദ് കിതാബിൽ സ്വഹീഹായി യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരുപക്ഷെ പലരും തെറ്റിദ്ധരിച്ചേക്കും. ഈ തെറ്റിദ്ധാരണക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുമതിയാകുന്നു. അവർ സ്വഹീഹായ പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള കിതാബാണ് തയ്യാറാക്കി കൊടുക്കേണ്ടിയിരുന്നത്. അതവർ ചെയ്തില്ല. ദഈഫും മൗദൂആത്തും തരപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. അതും അവർ ചെയ്തില്ല. ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നതെന്ന ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. ഇനി മങ്കൂസിന് ഗ്രന്ഥകർത്താവ് ആരാണ്, അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്നും അറിയണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് എന്ന്, അത് ആലിമുകൾ ചെയ്യുന്നത് മഹാപാപമാണ് എന്ന്. അവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ആലിമല്ലായിരുന്നു എന്ന് അവർ ജനങ്ങളെ തെര്യപ്പെടുത്തണം. ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കൂലങ്കഷമായി പരിശോധിക്കാം. ബുഖാരിയോ മുസ്ലിമിലോ ഉണ്ടോ? ഇല്ല. മറ്റു സിഹായികളിൽ ഉണ്ടോ? അതിലുമില്ല. ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ദഈഫുമാകുന്നു. അവകളിൽ സ്വഹീഹാണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അവകളിൽ കാണിച്ച ദഈഫായ അഥവാ മൗദൂആയ റിവായത്തിൽ മിക്കതും ദലായിലുൻ നുബുവ, ഖസായിസുൻ നുബുവ, അൽ ഹസൻ നുബത്തുൽ കുബ്ര സുയൂത്തി, കിതാബ് ഇബ്നു അസാക്കിർ, കൻസുൽ ഉമ്മാൽ മുതലായ കിതാബിൽ ഉള്ളതാകുന്നു. പിന്നെ ആ കിതാബിനെ പറ്റി പറയാണ് എന്താ അതിൻ്റെ വശം എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ മൗലിദും ഇങ്ങനെ കീറിപ്പൊടിക്കുക അദ്ദേഹം. എന്നിട്ട് ഇതാണ് 1936 പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് ജനിച്ച മുജാഹിദ് നല്ല ബോധം ഉണ്ടാവും. ഒരു ബേജാറ് ഓൻ്റെ കാര്യത്തിൽ വേണ്ട. ഈ ലേഖനം വായിച്ചൊരു മുജാഹിദ് മങ്കൂസ് ഓതാനും വരൂല, മൗലിദ് കിതാബ് കണ്ട അപ്പ കല്ലെടുത്തറി. ആ കോലത്തിൽ അന്ന് പോലൊക്കെ മുജാഹിദ് ആയത്. എല്ലാത്തിനും അടിസ്ഥാനം ഒന്നാണ്. ഈ കള്ളക്കഥ എല്ലാത്തിനും ഉള്ളത് അവിടെ ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും പിന്നെ എന്താ വേണ്ടത് അന്ന് ഓല് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ശരിയാണ്. അതെന്താ? നമ്മളിന്ന് ഈ മുഖാമുഖം വെക്കണ പോലെ ഓല് അന്നൊരു പരിപാടി വെച്ചു നബിൻ്റെ ശരിയായ ചരിത്രം പഠിപ്പിക്കാൻ. അതിനവർ നബിദിനാഘോഷം എന്ന് പേരിട്ടു. അത് ശരിയാണ്. ആ കാലത്ത് ഓരങ്ങനെ നബിദിനാഘോഷം എന്ന് പേരിട്ട് അങ്ങനെ അപ്പഴങ്ങളെ പോലെ തന്നെ അപ്പോഴേ വരുള്ളൂ. അതുകൊണ്ടായിരിക്കണം അല്ലാഹു അഅലം. എന്നിട്ട് അവിടെ നബിൻ്റെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു. ഇതൊന്നുമല്ല വായിക്കേണ്ടത്, ഇങ്ങനൊന്നല്ല വേണ്ടത്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നബിയുടെ ശരിയായ സുന്നത്തിനെ പഠിപ്പിക്കുകയും ശരിയായ സീറ പഠിപ്പിക്കുകയും ഈ മൗലിദ് കിതാബൊക്കെ കള്ളക്കഥയാണ്, ഇതൊന്നും ഓതി പരലോകം കളയണ്ട എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ആ മൗലിദ് സദസ്സ് പങ്കെടുത്ത പലരും മുജാഹിദായി മാറി. പറഞ്ഞിട്ട് അത് 2ാമത്തെ ലേഖനം താരീഖുൽ മൗലിദി വഹുക്മുഹു. അവിടെ താരീഖുൽ മൗലിദിൻ്റെ താരീഖ് പറഞ്ഞു എന്ന് മുതലുണ്ടായി എന്ന് പറഞ്ഞിട്ട് കണ്ടോ. തുടക്കം തന്നെ ഈ ആചാരം ഹിജ്റ 6-ാം നൂറ്റാണ്ട് അവസാനത്തിലോ 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇർബദിലെ രാജാവായിരുന്ന അൽ മലിക്കുൽ മുഅല്ലം മുളഫറുദ്ദീൻ അബൂ സഈദ് അബുൽ ഹസൻ റഹിമുല്ലാ അവർകളാൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം 586-ൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അൽ ഫാത്തിഹു സാനി ബൈത്തുൽ മുഖദ്ദിസ് റഹിമുല്ലാ അവർകളാൽ ഇർബദിലെ അധികാരസ്ഥാനം നിശ്ചയിക്കപ്പെടുകയും 630-ൽ മരിക്കുകയും ചെയ്തു. അപ്പം മൂപ്പരാണ് ആദ്യം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലത്താകട്ടെ
ഏറ്റവും ഹൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തലക്കായ മുജ്തഹിദുകളാണെന്ന് സമ്മതിച്ചിട്ടുള്ളവർ അഹ്ലുസുന്നത്തെ ഇമാമിങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ റബീഉൽ അവ്വലിൽ പ്രത്യേകമായി മൗലിദ് കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. കണ്ടോ, നബിയുടെ കാലത്തില്ല, സഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, ഉത്തമമായ 3 നൂറ്റാണ്ടിലില്ല, അയിമ്മത്തുൽ അർബഈ ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് അവരുടെ കാലത്തുമില്ല എന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇപ്പോൾ അന്നതില്ല എന്നൊരു പറയാം. അടുത്ത പേജ് കാണിക്ക്. ഇപ്പോൾ മശ്രിഖിലും മഗ്രിബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും ഈ മൗലിദ് കഴിക്കുക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പള്ളികളിൽ വെച്ച് മൗലിദ് ഓതുവാനായി അവർ യോഗം കൂടുന്നു. ചിലർ അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലിദ് കഴിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന ദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല. വ്യത്യസ്തമായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രീതിയിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ച് എല്ലാം വിവരിക്കുകയാണ്. ഇതാണ് അന്ന് എഴുതി വെച്ചത്. അപ്പോൾ അതൊക്കെ നേരെ കംപ്ലീറ്റ് ആണ് വിഴുങ്ങിയിട്ട് അതിന് എവിടെയെങ്കിലും കഷ്ടെടുത്തിട്ട് അവിടെ ഇങ്ങനെ വാചകം ഉണ്ടല്ലോ, നബിദിനെ ആഘോഷിച്ചു എന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കൊണ്ടാടിയെന്നുണ്ടല്ലോ, അയിമ കൊണ്ടാടാൻ നിൽക്കണ്ട. അവിടെ മുജാഹിദിന് സംശയമില്ല. മറുവശത്ത് ഈ വകത് ബിദഅത്താണ് ഇപ്പം എല്ലാവർക്കും. നിങ്ങൾക്ക് പറയാം, നമുക്കറിയാം, നിങ്ങൾക്ക് സംശയമില്ലല്ലോ. നബി ചെയ്തിട്ടില്ല, സ്വഹാബകൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആർക്കാ തർക്കമുള്ളത്? 4 മദ്ഹബിനെ ഇമാമിക്ക് പരിചയമില്ല എന്ന് ആർക്കും തർക്കമില്ലല്ലോ. പണ്ടൊക്കെ റബീഉൽ അവ്വൽ മാസം വന്ന എല്ലാ സ്ഥലത്തും ബോർഡ് ചെയ്യുന്നു. ഹസൻ ബസ്രി പറഞ്ഞു, ഇബ്രാഹിം നഖഈ പറഞ്ഞു, അതേപോലെ അബൂ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഇതിൻ്റെ മഹത്വം ഇപ്പം അതില്ല. അതൊക്കെ പോയി. ഇപ്പം പേരോട് മുസ്ലിം പറഞ്ഞു അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കിതാബന്നില്ല നമുക്ക് പറഞ്ഞു. അത് പറയുന്ന കിതാബന്നെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പിന്നെ എന്തിനാണെന്നും ഇല്ലാത്ത അവർക്കൊന്നും അറിയാത്തത് പിൽക്കാലത്ത് ഉണ്ടായത്, ഷിയാക്കൾ ഉണ്ടാക്കിയത്, പിന്നെ 600 ജീവിച്ച മുദഫർ രാജാവ് രണ്ടാമത് പുനരാരംഭിച്ചത്, എന്തിനാണ് നമ്മളതിന് ന്യായം പറഞ്ഞിട്ട് എന്നാലും ഇപ്പം നല്ലതല്ലേ, എന്നാലും അങ്ങനല്ലേ, പണ്ടിങ്ങനെ എഴുതിയില്ലേ, അതിന് മുമ്പ് അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ പോകുന്നത്. ആ എഴുതിയോടത്ത് എവിടെയും നബിയും സഹാബത്തും ചെയ്തുവെന്നോ താബിഈങ്ങൾ അത് പഠിച്ചുവെന്നോ മദ്ഹബിലെ ഇമാമിങ്ങൾ പോലും ചെയ്തുവെന്നോ ഒരാളും എവിടെയും പറഞ്ഞിട്ടില്ല.